കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം 6-ാം ദിവസം. ഈ 6-ാം ദിവസത്തെ ചടങ്ങുകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. സാധാരണമാതിരി 3 മണിക്ക് നട തുറക്കുകയും ഭഗവാന്റെ നിർമ്മാല്യ ദർശനം, അലങ്കാരം മാറ്റിക്കഴിഞ്ഞാൽ എണ്ണാഭിഷേകം, അതിനുശേഷം വാകച്ചാർത്ത്, വാകച്ചാർത്തിന് ശേഷം ഭഗവാന്റെ ശംഖാഭിഷേകത്തിന് ശേഷം ഭഗവാന്റെ സ്വർണ്ണകുംഭാഭിഷേകം, അതിനുശേഷം മലർ നിവേദ്യത്തിന് വേണ്ടി ശ്രീകോവിൽ നട അടയ്ക്കുന്നു. ഭഗവാന് ശ്രീകോവിലിൽ വെച്ച് മലര്, ശർക്കര, കദളിപ്പഴം, നാളികേരപ്പൂള് എല്ലാം കൂട്ടി ഭഗവാന് മേൽശാന്തി മലർ നിവേദിച്ചതിന് ശേഷം അലങ്കാരമാണ്. ചെറിയൊരു പൊന്നുണ്ണിയായിട്ട് പൊന്നിന് ഇങ്ങനെ കിട്ടി പട്ടുകോണകം കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ഇല്ലെങ്കിൽ വെണ്ണയും പിടിച്ചിട്ടുള്ള അലങ്കാരമാണ് ബാലഗോപാല രൂപം. ആ സമയത്തെ ദർശനം എല്ലാ ഭക്തന്മാർക്കും ശ്രേയസ്കരമാണ്. ചെറിയൊരു കുട്ടിക്ക് നിഷ്കളങ്കമായ ഭാവം, ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ എന്തു പറയുന്നുവോ അത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റും. എന്നിട്ട് നമ്മൾ പറഞ്ഞ സംഗതി ഉടനടി ഭഗവാൻ നടത്തിത്തരും. അതാണ് ഈ സമയത്തെ ദർശനം കൊണ്ട് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഈ ബാലഗോപാല ദർശനം ദർശിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷം ഭഗവാന്റെ ഉഷനിവേദ്യമാണ്. ഉഷനിവേദ്യത്തിന് ശേഷം ഉഷപൂജ കഴിഞ്ഞാൽ ആ മണിക്കിണറിനടുത്തുള്ള മുളയറയിൽ മുളംപൂജ നടക്കുന്നുണ്ട്. ആ മുളംപൂജ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ ഉഷശിവേലി ഒരു 6:30-6:45 ആരംഭിക്കും. 3 ആന മേലെ ഉള്ള ഗംഭീരമായ എഴുന്നള്ളിപ്പാണ്. പ്രശസ്ത കലാകാരന്മാരെല്ലാം അതിൽ അകമ്പടി സേവിക്കുന്നു. അതിനുശേഷം ഭഗവാൻ ഒരു 9:30 മണിയോടുകൂടി ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളുകയും അതിനുശേഷം ഭഗവാന്റെ പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി പൂജ. ഈ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭഗവാന്റെ ശ്രീഭൂതബലി ഒരു പ്രദക്ഷിണം അകത്ത് നാലമ്പലത്തിനകത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും, അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. വെൺകൊട്ടക്കുട, ചാമരം, ആലവട്ടം, നെറ്റിപ്പട്ടം എല്ലാം കെട്ടി അലങ്കരിച്ച് വെച്ച അതിൽ പീഠത്തിൽ വിരാളിപ്പട്ട് വിരിച്ചിട്ട് ഭഗവാനെ അവിടെ വെക്കുന്നു. ഭഗവാൻ ഒരു ചക്രവർത്തിയുടെ രൂപത്തിലാണ് ആ സമയത്ത് എല്ലാവരെയും സങ്കല്പം. അതിനുശേഷം അവിടെ വന്ന് ആ സപ്തമാതൃക്കൾക്ക് ബലി തൂകുമ്പോൾ കാണിക്ക അർപ്പിച്ച് ദർശനം നടത്തുന്നത് ഭക്തന്മാർക്ക് എല്ലാവർക്കും അത്യുത്തമമാണ്, നമ്മുടെ കുടുംബത്തിന് ശ്രേയസ്കരമാണ്. അതൊരു ഏകദേശം ഒരു 1/2 മണിക്കൂർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും ഭഗവാന്റെ ശ്രീഭൂതബലി മുഴുവനാവുകയും ചെയ്യുന്നു. ശ്രീഭൂതബലി മുഴുവനായി കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് വന്ന് ഭഗവാന്റെ നവകാഭിഷേകം, ഉച്ചപൂജ സമയത്താണ് കളഭം കൊണ്ട് ഭഗവാനെ അലങ്കരിക്കുന്നത്. ഈ അലങ്കാരമാണ് പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യം വരെ നമ്മൾ കാണാൻ പറ്റുന്നത്. ഏകദേശം ഒരു 1:45-2 മണിയോടുകൂടി നട അടയ്ക്കുകയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചശിവേലി 3 മണിക്ക് തുടങ്ങുന്നു. ഈ സമയത്ത് നട അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂത്തമ്പലത്തിൽ വെച്ചിട്ട് ചാക്യാർ കൂത്ത് നടത്തുന്നുണ്ട്. അത് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. നല്ല സരസമായി ലളിതമായ രീതിയിൽ ഭഗവാന്റെ കഥകളും മറ്റതും പറയും. അതാണ് ചാക്യാർ കൂത്ത്. ഉച്ചശിവേലി 3:30 തുടങ്ങി 5:30 മണി വരെ ഉച്ചശിവേലിയും, പിന്നെ രാത്രി 6:30 മണിക്ക് സന്ധ്യാസമയത്ത് ഭഗവാന്റെ ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ അത്താഴപൂജ ഏകദേശം ഒരു 8 മണിയോടുകൂടി കഴിയുകയും അതിനുശേഷം ശ്രീഭൂതബലി നടക്കുകയും ചെയ്യുന്നു. ആ ശ്രീഭൂതബലി നടന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ശ്രീഭൂതബലിയുടെ അവസാനത്തെ പ്രദർശനത്തിന് വടക്കേ നടയിൽ ഇതേമാതിരി സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ചിട്ടുണ്ടാവും. സ്വർണ്ണപ്പഴുക്കാമണ്ഡപം അലങ്കരിച്ചിട്ടുണ്ടാവും. നെറ്റിപ്പട്ടം, വെൺകൊറ്റക്കുട, ചാമരം, ആലവട്ടം എന്നിവ എല്ലാം അതിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. ശ്രീ ഗുരുവായൂരപ്പനെ ആ വിരാളിപ്പട്ട് വിരിച്ച് കഴിഞ്ഞിട്ട് ഭഗവാനെ അതിലെഴുന്നള്ളിച്ച് വെക്കുന്നു. ആ സമയത്ത് പ്രശസ്ത കലാകാരന്മാരുടെ തായമ്പകയുണ്ട്. ഏകദേശം ഇതൊരു 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ്. ആ സമയത്ത് ഭഗവാനെ വന്ന് ദർശിക്കുന്നത് അത്യുത്തമമാണ്. ചക്രവർത്തിയോട് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാം, അതെല്ലാം ഭഗവാൻ കേൾക്കും. നമുക്ക് അവിടെ കാണിക്ക അർപ്പിച്ച് ഒരു 3 മണിക്കൂറോളം സമയമുണ്ട്. തുടക്കത്തിൽ കുറച്ച് നേരം തിരക്കുണ്ടെങ്കിലും ഈ സമയത്തൊക്കെ ഭക്തന്മാർക്ക് തൊഴാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അതിനുശേഷം ഭഗവാന്റെ ചുറ്റുവിളക്ക് അവസാനിപ്പിച്ച് 2 മണിയോടുകൂടി ക്ഷേത്ര നട അടയ്ക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഭഗവാന്റെ പുറത്തെ മേൽപ്പത്തെ ഓഡിറ്റോറിയത്തിൽ 5 മണി മുതൽ കലാപരിപാടികൾ തുടങ്ങും. ആദ്യം നാഗസ്വര കച്ചേരിയുണ്ട്, അഷ്ടപതിയുണ്ട്, നൃത്യങ്ങളുണ്ട്, വിവിധ കലാപരിപാടികളുണ്ട്, ഭജൻസ് ഉണ്ട് എന്ന് വേണ്ട ഒരുവിധം എല്ലാ പരിപാടികളും രാത്രി 11 മണി വരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും തൊട്ടടുത്തുള്ള വൈഷ്ണവം ഓഡിറ്റോറിയത്തിലായിട്ട് നടക്കുന്നു. ഇതേ സമയം തന്നെ പുറത്ത് അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ നന്ദനം സ്റ്റേജിലും വൃന്ദാവനം സ്റ്റേജിലും 24 മണിക്കൂറും മാതിരി 5 മണി മുതൽ തുടങ്ങി രാത്രി 11 മണി വരെ കൈകൊട്ടിക്കളികളാണ്. കൈകൊട്ടിക്കളികൾക്ക് നമ്മൾ അപേക്ഷ കൊടുത്ത എല്ലാ ഭക്തന്മാർക്കും, എല്ലാ ഗ്രൂപ്പിനും അത് അവതരിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഇതേ സമയം തന്നെ 9 മണി മുതൽ
ഗുരുവായൂരപ്പൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ കഞ്ഞിയും പുഴുക്കും അത് ഉത്സവകാലത്തെ പ്രത്യേകതയാണ്. കഞ്ഞി, പുഴുക്ക്, നാളികേരപ്പൂള്, ശർക്കര, ഉപ്പ് അതെല്ലാം നമ്മുടെ കവുങ്ങിൻ പാളയിൽ പ്ലേറ്റിലാണ് കൊടുക്കുന്നത്. നമ്മുടെ പ്ലാവില കുത്തി പച്ച ഈർക്കിലുകൊണ്ട് കുത്തി അതുകൊണ്ട് വാരി വാരി കുടിക്കുക. ഒരു പഴയൊരു സങ്കല്പത്തിൽ ട്രഡീഷണൽ രൂപത്തിലാണ് അതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം എല്ലാ ഭക്തന്മാരും വരും. അപ്പോൾ ഗുരുവായൂരപ്പനെ വരിക, ദർശിക്കുക, മനസ്സിൽ സന്തോഷം വരുത്തുക, അതിനുശേഷം വയറ് നിറയ്ക്കുക എന്ന് വേണ്ട. ഈ ഉത്സവകാലത്ത് എല്ലാ ഭക്തന്മാരും ഗുരുവായൂർ വന്ന് കാണുവാനും അതൊരു പ്രത്യേക അനുഭൂതിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ജീവിതത്തിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു അനുഭൂതിയായി, ഒരു സുന്ദര നിമിഷങ്ങളായി ഈ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാ ഭക്തന്മാരും ഉത്സവം 6-ാം ദിവസം വരിക, ഇതിൽ പങ്കെടുക്കുക. എല്ലാ ഭക്തന്മാരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.